ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിശാൽ എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് വിശാൽ. യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 മാസമേ ആയുള്ളൂ. വൈഫ് ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ നേഴ്സാണ്. 2.5 മാസം ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഒരു ബിസിനസ് ഉണ്ട്. അതിട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ ഞങ്ങളുടേത് തികച്ചും ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ജാതകദോഷം 2 പേർക്കുമുണ്ട്. എനിക്ക് തോന്നുന്നു 100-ലധികം പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചേർന്നൊരു ജാതകം ഇപ്പോഴാണ് വന്നത്. എൻ്റെ ഭാര്യയുടെ ജാതകവും അങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതുകൊണ്ട് അവൾ എന്നെയും ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ അവളെയും ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ ഭാര്യയ്ക്ക് അച്ഛനില്ല, അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്ക് മൂത്തൊരു സഹോദരനുണ്ട്. അദ്ദേഹം അവരുടെ വീടിനടുത്താണ് താമസിക്കുന്നത്. അമ്മായിമ്മ ഇപ്പോൾ തനിയാണ് താമസിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് അവൾ പറയും. ഒരു ദിവസമൊക്കെ അവിടെ പോയി നിൽക്കണമെന്നും എന്നോട് ഭാര്യ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഞാൻ അമ്മായിമ്മയെ ശ്രദ്ധിക്കുന്നത്. അമ്മായിപ്പന് നല്ലൊരു സ്ഥിരം ജോലി ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു മരണം. അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴാണ് മരിച്ചത്. അതുകൊണ്ട് ആ പെൻഷനൊക്കെ അമ്മായിമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അവർ അത് വളരെ സൂക്ഷിച്ച് ചിലവാക്കി ജീവിക്കുന്നവരാണ്. എന്തിനും ഒരു അടുക്കും ചിട്ടയുമുണ്ട്. എന്തിനും പുള്ളിക്കാരിക്ക് ഉത്തരവുമുണ്ട്. ജീവിതത്തെപ്പറ്റി ചില ന്യായവാദങ്ങളും തർക്കങ്ങളുമൊക്കെ എപ്പോഴും ഉന്നയിക്കാറുണ്ട്. അവർ നല്ല അറിവുള്ളവരാണ്. പക്ഷെ ജോലിക്കൊന്നും ഹസ്ബൻഡ് വിട്ടിട്ടില്ല. എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ അമ്മായിമ്മ എൻ്റെ അടുത്ത് അധികമൊന്നും സംസാരിക്കില്ല. പക്ഷേ വൈഫ് പോയി കഴിഞ്ഞ് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും എന്നോട് അമിത വാത്സല്യമാണ്. അവളുള്ളപ്പോൾ എന്താണ് അമ്മ ഇങ്ങനെ വാത്സല്യം പ്രകടിപ്പിക്കാത്തതെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറയുകയാണ്, അത് പിന്നെ പുതുമോടിയല്ലേടാ, ഭർത്താവിനോട് എല്ലാ പെണ്ണുങ്ങൾക്കും ഓവർ അറ്റാച്ച്മെൻറ്റ് കാണും. അമ്മായിമ്മമാർ കൂടുതലെടുത്താലും അവളുമാർക്കതൊരു തലവേദനയാണ്. അമ്മ സ്വന്തം മകളെ പറ്റിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്? അതിപ്പം എൻ്റെ മകളാണെങ്കിലും വേറൊരു പെണ്ണാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും മനസ്സിൽ. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവ് സ്വന്തം അമ്മയോട് കൂടുതൽ മിണ്ടുന്ന പോലെ ഇഷ്ടമല്ലായിരുന്നു. അപ്പം പിന്നെ എൻ്റെ മകളുടെ കാര്യം പറയണോ? അമ്മായിമ്മയുടെ ഇഷ്ടത്തിന് എതിരായിട്ടാണ് മൂത്ത മകൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് മരുമകളും അമ്മായിമ്മയും തമ്മിൽ ഒട്ടും നല്ല ബന്ധത്തിലല്ല. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും, മകനും ഇങ്ങോട്ട് വരും. പക്ഷേ അമ്മായിമ്മ അങ്ങോട്ട് പോവുകയോ മരുമകൾ ഇങ്ങോട്ട് വരികയോ ചെയ്യില്ല. 2 പേരും അകന്നാണ് കഴിയുന്നത്. ഇവിടെ കിട്ടുന്ന പൈസയൊന്നും അമ്മായിമ്മ അവർക്ക് കൊടുക്കില്ല. എന്നോടാണെങ്കിൽ പറയും, എടാ എൻ്റെ ബാങ്കിൽ ഇത്ര ലക്ഷം രൂപ കിടപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ ചോദിക്കാമെന്ന്. ഞാൻ പറയും, കലികാലമാണ്, സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പുരുഷന്മാർ പണം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്ന് പറയും. അപ്പം നിനക്ക് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനിനി ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം. എൻ്റെ മോളോട് ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ മകനോട് ചോദിച്ചിട്ട് കാര്യമില്ല, പിന്നെ മകളോടാണ് ചോദിക്കേണ്ടത്. പക്ഷേ നിന്നോട് ആദ്യം ചോദിക്കാം. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഒരഭിപ്രായമാണ് ചോദിക്കുന്നത്. ശരി അമ്മ പറയൂ. അല്ല, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി. ഞാൻ എൻ്റെ മകളെ തനിച്ച് വളർത്തി. കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ അവൻ്റെ ഇഷ്ടപ്പെടി ഒരു കല്യാണം കഴിച്ചു. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ. അതല്ലടാ, ഞാനിപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ്. എൻ്റെ മകൾ ഗൾഫിൽ പോകുന്നതുവരെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അവൾ കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് 2ാമതൊരു കല്യാണം കഴിക്കണം അതല്ലേന്ന്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് പറഞ്ഞു വരുന്നതിന് മുമ്പേ മനസ്സിലായി, നീ ഇത്തിരി കള്ളനാണെന്ന് എനിക്കറിയാം. 100 പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ലേടാ. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ജാതകപ്രകാരം കല്യാണം കഴിക്കാൻ പിന്നെ പെണ്ണുങ്ങളെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നീ എന്നാലും അഭിപ്രായം പറ, ഞാൻ 2ാമതൊരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു, നല്ല അഭിപ്രായം. അമ്മ ഇപ്പോഴും ചെറുപ്പമാണ്, ഇനിയും ഒരംഗത്തിന് അമ്മയ്ക്ക് ബാല്യമുണ്ട് എന്ന് പറഞ്ഞപ്പം, ആഹാ, എനിക്ക് ഒരംഗത്തിന് മാത്രമേ ബാല്യമുള്ളൂ. എൻ്റെ പൊന്നമ്മേ, ഒരംഗം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ 2ാമത്തെ അംഗം. ആ അംഗം വർഷങ്ങളോളം നീണ്ടു നിന്നോട്ടെ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അമ്മയ്ക്ക് ഈ ഐഡിയ ഇപ്പം എങ്ങനെ വന്നു? എടാ, എനിക്ക് നേരത്തെ തോന്നിയതാണ്. പക്ഷേ ഇവളുടെ കല്യാണം കഴിയാതെ എങ്ങനെയാണ് ഈ ഐഡിയ പുറത്തെടുക്കുക? പിന്നെ നീ എനിക്ക് ഒരു ഫ്രണ്ടിനെ പോലെയാണ്, അതുകൊണ്ടാണ് നിന്നോട് ആദ്യം പറഞ്ഞത്. എന്തായാലും അമ്മയുടെ മോളാണല്ലോ ഇത് സമ്മതിക്കേണ്ടത്. മകന് സമ്മതിക്കണം. മകൻ്റെ അഭിപ്രായം എനിക്ക് അറിയേണ്ട കാര്യമില്ല, എന്നാലും എൻ്റെ മോള് സമ്മതിക്കണം. അതുകൊണ്ടാണ് നിന്നോട് ആദ്യം പറഞ്ഞത്. നീ ന്യൂട്രൽ ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അവൾ എന്താ അഭിപ്രായം പറയാമെന്നറിയാമല്ലോ. അവളെ നേഴ്സല്ലേ, എന്നെ മനസ്സിലാകുമായിരിക്കും. അമ്മയ്ക്കെങ്കിൽ തന്നെ പറഞ്ഞാൽ പോരായിരുന്നു. അത് പറ്റില്ല മോനെ, നീ പറയണം, നീയാണ് അവതരിപ്പിക്കേണ്ടത്. അതിനല്ലേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്. അപ്പം കൊള്ളാം, എന്നെ സ്നേഹിക്കുന്നതിന് പിന്നിൽ ഇത്രയും വലിയ കാര്യം ഉണ്ടായിരുന്നല്ലേ. എന്താടാ നീ ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറയാം. പക്ഷേ അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ തോന്നാൻ ആരെങ്കിലും അമ്മയെ പ്രപ്പോസ് ചെയ്തോ? അമ്മ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മ ആരുമായിട്ടെങ്കിലും പ്രേമത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ മുഖം ഒന്ന് ചുവന്നു. എന്താടാ അങ്ങനെ നീ ചോദിച്ചത്? അല്ല, ആരെയും കാണാതെ അമ്മ ഇങ്ങനെ കിടന്ന് തുള്ളില്ലല്ലോ, ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരാമേ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അതും 2-3 പേരുണ്ടാ. അമ്മ 2-3 പേരെ കല്യാണം കഴിക്കാൻ പോകണോ?
അതല്ലടാ, ഫേസ്ബുക്കിൽ ഞാൻ ഇന്നാളെ അമ്പലത്തിൽ നിന്ന് കുറിയൊക്കെ തൊടുന്നതിന് ഫോട്ടോ ഇട്ടില്ലേ, ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും 2-3 ആണുങ്ങൾ എനിക്ക് മെസ്സേജ് അങ്ങ് അയക്കുകയാണ്. അവരാണെങ്കിൽ എന്നെ വിടുന്നില്ല, പുറകെ നടന്നങ്ങ് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ കല്യാണം കഴിക്കാമെന്ന്. എല്ലാവരും നല്ല നിലയിലുള്ളവരാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് താമസിക്കുന്നവർക്കാണ് മുൻഗണനയെന്ന്. അവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഒരാളുടെ ഭാര്യ മരിച്ചു പോയതാണ്, മറ്റ് 2 പേരും ഡിവോഴ്സാണ്, കുട്ടികളൊക്കെ ഉണ്ട്, ബാധകളൊന്നുമില്ല. ആഹാ, അമ്മയപ്പം ഈ 3 പേരെയും ഷോർട്ട് ലിസ്റ്റ് വെച്ചിരിക്കുകയാണോ? അതിലടാ, ഈ 3 പേരും 1.5 വർഷമായിട്ട് എൻ്റെ പുറകെ അങ്ങ് നടക്കുകയാണ്. കല്യാണം കഴിക്കാം, ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ്. അപ്പം അമ്മയ്ക്ക് ഈ 3 പേരിൽ ആരെ ഇഷ്ടം? അതാണടാ കൺഫ്യൂഷന്. എനിക്ക് 3 പേരെ ഇഷ്ടമാണ്. എൻ്റെ കൺസെപ്റ്റിൽപ്പെട്ട പുരുഷന്മാരാണ് 3 പേരും. ആഹാ, അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ഒരു കോമഡിയിൽ പറഞ്ഞതുപോലെ മൂ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ കളിയാക്കിയപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് പോടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. 3 പേരും നല്ല ആൾക്കാരാണ്, കാണാനും കൊള്ളാം, നല്ല ദേഹപുഷ്ടിയുമുണ്ട്. അതുമാത്രമല്ല എന്നേക്കാൾ 4, 5, 6 വയസ്സൊക്കെ വ്യത്യാസമുള്ളൂ. ആഹാ, അപ്പോൾ അമ്മയ്ക്ക് ആ കൺഫ്യൂഷനാണ്. സിനിമയിലെ കണ്ടതുപോലെ തുളസിയിലിട്ട് അമ്മയ്ക്ക് ഒരാളെ നറുക്കെടുത്താലോ? ഒന്ന് പോടാ. അമ്മ പിന്നെ എന്താ പറഞ്ഞത്? 3 പേര് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? എടാ, ഈ 3 പേരോടും ഞാൻ എസ് പറഞ്ഞിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമുക്ക് 3 പേരെ കണ്ടു നോക്കാം. അവരുടെ വീട്, ചുറ്റുപാട്, ബന്ധുക്കളെ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇവിടെ നിൽക്കാനുള്ള താല്പര്യം, പിന്നെ ബാക്കി നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് സമ്മതിക്കുന്നവരാണെങ്കിൽ നമുക്ക് നോക്കാം. ചിലപ്പോൾ 3-ൽ ഒരാൾ മാത്രമേ നമ്മുടെ എല്ലാ ക്രൈറ്റീരിയയും അംഗീകരിക്കുന്ന ആൾക്കാരായിട്ട് തോന്നുകയുള്ളെങ്കിലോ? അത് നല്ലൊരു ഓപ്ഷനാണ്, നമുക്ക് നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. നീ ആണെങ്കിൽ എൻ്റെ മോളോട് ഇതൊന്ന് അവതരിപ്പിക്കണം. എനിക്കങ്ങ് ചമ്മലാണ്. അവൾ വേണമെങ്കിൽ പറയും എനിക്ക് വയസ്സാം കാലത്ത് ഇളക്കമാണെന്ന്. അമ്മയ്ക്കിപ്പോൾ വയസ്സാം കാലത്ത് ഇളക്കമുണ്ടോ? എനിക്ക് ഇളക്കമുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരിളക്കം, എന്താണെന്നറിയത്തില്ല. ഒറ്റയ്ക്ക് വല്ലാതെ അങ്ങ് മടുപ്പായിടാ. അതുകൊണ്ടാണ്. നിനക്ക് എന്നെ മനസ്സിലാകും. കാര്യം നീ കാത്തിരുന്ന് കല്യാണം കഴിച്ചതല്ലേ. നിൻ്റെ ഭാര്യ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഭയങ്കര വിഷമല്ലായിരുന്നു? എനിക്ക് നല്ല വിഷമമായിരുന്നു. എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയതല്ലല്ലോ, അങ്ങനെ അങ്ങ് പോയതല്ലേ. അപ്പോൾ എത്ര വർഷമായി ഞാൻ വെറുതെ ഇരിക്കുകയാണ്. എൻ്റെ മനസ്സ് നിനക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മയുടെ മനസ്സെനിക്ക് കുറച്ച് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 3 പേരും കൂടെ അമ്മയുടെ മനസ്സ് വായിക്കും. എന്തായാലും കള്ളത്തരമാണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. എല്ലാം ഫേക്ക് പ്രൊഫൈൽസൊക്കെ ആയിരിക്കും അമ്മേ. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചെന്ന് കാണാമല്ലേ? 3 പേരും ഫോട്ടോസും വീഡിയോസും ഇടയ്ക്കിടയ്ക്ക് അയക്കും. എങ്കിൽ ഒന്ന് കാണിച്ച് ആരൊക്കെയാണെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. ഒന്ന് പോടാ, അതൊന്നും നിന്നെ കാണിക്കാൻ കൊള്ളത്തില്ല. കാണാൻ കൊള്ളാവുന്ന ഫോട്ടോസൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ അല്ലാത്ത വീഡിയോസും ഫോട്ടോസും ആണെന്നും. കൊള്ളാം. കല്യാണം കഴിക്കുന്നവരയച്ചു തരുന്ന വീഡിയോസ്, ഇത്തരം ഫോട്ടോസും വീഡിയോസും പുറത്ത് കാണിക്കാൻ കൊള്ളില്ല. അപ്പോൾ ശരിക്കും അവിടെ എന്താ നടക്കുന്നത്? കല്യാണം കഴിക്കാൻ വരുന്നവരെ ഇങ്ങനെയുള്ള വീഡിയോ ആണ് അയക്കുന്നത്. അതുപോട്ടെ, ഇതൊക്കെ വർഷങ്ങളായിട്ട് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ അമ്മയെ കല്യാണം കഴിക്കുന്ന ലക്ഷണം? അത് പിന്നെ അവരെങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീഡിയോ അയച്ചു തരികയാണ്. ഇതൊക്കെ പോട്ടെ, അമ്മ വീഡിയോ തിരിച്ചയച്ചു കൊടുത്തോ? ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ അയച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ചില ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ഫോട്ടോ? അതിപ്പോൾ അവരിങ്ങനെ ഓരോന്നൊക്കെ പറയും. എന്ത് ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട വീഡിയോ ഇല്ലേ, അത് അയച്ചു കൊടുക്കും. ഭാഗ്യം ഡ്രസ്സില്ലാത്ത വീഡിയോ അയച്ചു കൊടുത്തില്ലല്ലോ. അമ്മേ, കേട്ടിടത്തോളം ഇത് 3 ഫ്രോഡുകളാണെന്ന് തോന്നുന്നു. അവന്മാർ ഇതുപോലെ ഇൻബോക്സിൽ കൂടെ എത്ര പെണ്ണുങ്ങളോട് സംസാരിച്ച് കാണും, എത്ര പേരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കാണും, എത്ര പേർക്ക് വീഡിയോ അയച്ച് കാണും, എത്ര പേരുടെ വീഡിയോ കളക്ട് ചെയ്ത് കാണും. ഇതൊരു സ്ഥിരം പരിപാടിയാണെന്ന്, അല്ലെങ്കിൽ 1.5 വർഷമായിട്ട് ഇങ്ങനെ എന്താ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നും അമ്മ കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് പോലും നമുക്കറിയില്ല. ഉള്ളതാണോടാ? പക്ഷെ അവർ വലിയ കാര്യമായിട്ടും വലിയ സന്തോഷമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. അതൊക്കെ ശരി തന്നെ. അവർക്ക് അമ്മ കുറേ വീഡിയോയോ ഫോട്ടോയോ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, അവരയച്ചു തരുമ്പം അമ്മയ്ക്കൊരു സന്തോഷം. യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കുന്നവരാരെങ്കിലും ഇങ്ങനെയൊക്കെയാണോ അമ്മ ഡീൽ ചെയ്യുന്നത്? എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കുറേ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവളും വീഡിയോ അയച്ചു കൊടുത്തിട്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ മതിയോ? എന്തിനാ ജാതകവും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അത് ശരിയാടാ, ജാതകവും നോക്കണല്ലേ. പിന്നെ ജാതകം അല്ലാതെ വീഡിയോക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ വല്ലതും കാണും, അവിടെ വല്ലതും കാണും. അത് കണ്ട് ഇളക്കം തോന്നുന്നല്ലാതെ ഒരിക്കലും ജീവിതം നന്നാകില്ല അമ്മേ എന്ന് പറഞ്ഞു. ശരിയാടാ, പക്ഷേ അമ്മ മോളുടെ കല്യാണത്തിന് ഒത്തിരി ആലോചിച്ച് കല്യാണം നല്ല രീതിയിൽ നടത്തി. അമ്മയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടിട്ടാണോ അമ്മ നടത്തുന്നത്? ഒന്നും അന്വേഷിക്കാതെ? അന്വേഷിക്കണമല്ലോ. അതിനല്ലോ നിന്നോട് പറഞ്ഞത്. 3 ആണുങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഒന്ന് മുൻകൈ എടുത്തിട്ടൊന്ന് പോയി നോക്കുക. അതിൽ എനിക്ക് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അത്രേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട് നിന്നോടല്ലേ ആദ്യം പറഞ്ഞത്. നീ എൻ്റെ മോളോടൊന്ന് പറ. നല്ല നേരഭേദമുള്ള പെണ്ണാ, അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ മടി. അവളൊന്ന് എസ് മൂളിക്കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാം, പറ്റിയില്ലെങ്കിൽ ഓക്കെ, വേണ്ടാന്ന് വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭാര്യയോട് ഒരു ദിവസം പറഞ്ഞു,
പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല ഭാര്യയിൽ നിന്ന് കിട്ടിയത്. കേട്ടപ്പോൾ തന്നെ ഭാര്യ അവിടെ കിടന്ന് കലിതുള്ളാൻ തുടങ്ങി. ആഹാ, ഇവർക്കിത് എന്തിൻ്റെ കേടാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് കല്യാണം കഴിക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ലെന്ന്. അതിനെപ്പോഴാണ് അമ്മ നിന്നോട് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞത്? പണ്ട് പറയുമായിരുന്നു ഇനി ഒരു കല്യാണമെന്ന്. അപ്പോഴേ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന്. അത് നിനക്കെന്താടി? അമ്മയുടെ ജീവിതമല്ലേ? ആരുടെ ജീവിതമാണെങ്കിലും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ അമ്മയുമായി കൂട്ടുചേർന്ന് എനിക്കെതിരെ പടപൊരുതാൻ നോക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഫേസ്ബുക്ക് ഉണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇങ്ങനെയുള്ള പള്ളിക്കെട്ടുകളൊക്കെ വരുമെന്ന്. ഇപ്പോൾ ദേ വീഡിയോ അയക്കുന്നു, ഫോട്ടോ അയക്കുന്നു. നിങ്ങളൊന്ന് പിടിച്ചു വാങ്ങി നോക്കണം അതിനകത്ത് എന്താണെന്ന്. ആ 3 പേരുടെയും ചാറ്റും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് യഥാർത്ഥ കാര്യം മനസ്സിലാകുള്ളൂ. ഇടേ അമ്മ പറഞ്ഞില്ലേ അവരിങ്ങനെ ഓരോ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു. നല്ലവരാണോ എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓ, അങ്ങനെയുള്ള നല്ലവരെയൊന്നും ഇവിടെ വേണ്ട. ഇത്തരം വീഡിയോസ് അയച്ചു കൊടുക്കുന്ന ആണുങ്ങളെ അത് കണ്ട് ഇളകി നടക്കാൻ അമ്മയും. അപ്പോൾ ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇതൊന്നും കല്യാണം കഴിക്കാനുള്ള സൂചനയായിട്ട് ജീവിക്കാനുള്ള സൂചനയായിട്ടും എനിക്ക് തോന്നില്ല ചേട്ടാ. പിന്നെ എന്താ? പച്ച മലയാളത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇതെന്തുവാണെന്ന്. അമ്മയ്ക്ക് പ്രശ്നമാണ്, അവർക്ക് പ്രശ്നമാണ്. എല്ലാത്തിനും പിടിച്ച് ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയെ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ശ്രദ്ധിക്കുന്നേ? ഇടി ഞാനെന്ത് ചെയ്യാനാണ്? എന്നോട് പറഞ്ഞപ്പോൾ നിന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മയും മകളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തർക്കമായിരുന്നു. 2 മണിക്കൂറോളം തർക്കം നീണ്ടു. അവസാനം മകൾ തന്നെ ജയിച്ചു. അമ്മ തലയും താഴ്ത്തി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓ അവൾ സമ്മതിക്കില്ല. അവൾ പറയുന്നത് ഇതൊന്നും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, വേറെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. അത് കറക്റ്റാണ്. അമ്മയുടെ ചാറ്റും വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ ഇത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്? എടാ, യഥാർത്ഥത്തിൽ അവരാരെങ്കിലും നല്ലവരാണോ? അതോ ഇനി ഈ പറഞ്ഞതുപോലെ അവർക്കൊത്തിരി പെണ്ണുങ്ങളുമായി ചാറ്റുണ്ടോ? അതൊക്കെ കാണുമെന്നേ. എന്നാലും അവർ 3 പേരെ എന്നോട് തറപ്പിച്ച് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാമെന്ന്. എൻ്റെ അമ്മയെ 3 പേരെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ കല്യാണം കഴിക്കാനല്ല വേറെ എന്തെങ്കിലും കാര്യത്തിനാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ അമ്മ വല്ല ഹോട്ടലിലും പോകുമോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമോ അവരുടെ കൂടെ? അതില്ല. അതന്നെ. അപ്പം പിന്നെ മാന്യമായ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ കാണാം. അത് കഴിഞ്ഞ് കുറച്ചാൾ കറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ലയോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അവരുദ്ദേശിച്ച് എന്താണോ അത് നടക്കണം, അതേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, ശരിയാടാ, ഞാനിതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മോടെ വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എല്ലാം ക്ലിയറായി. ഏകദേശം അവൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധി ഉണ്ടല്ലോ. അവൾ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പക്ഷേ വേറൊരു പോയിന്റ് അവൾ എന്നോട് പറഞ്ഞു. അതെന്താ പറഞ്ഞത്? അമ്മ എന്തിനാ അവരെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അമ്മ ഇങ്ങനെ അച്ഛൻ്റെ പെൻഷനൊക്കെ വാങ്ങി സുഖമായി ജീവിച്ചാൽ പോരെ? എന്തിനാണ് വെറുതെ നിയന്ത്രിക്കാൻ ഒരാൾ? അതും അവൾ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ അവൾ പറഞ്ഞു, അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ കല്യാണം. അവരുടെ കൂടെ അമ്മ വേണമെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടൊന്ന് കറങ്ങി വരാൻ. ഫ്രണ്ട്ലി ആയിട്ട് കറങ്ങി വരാനോ? അവൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ പറഞ്ഞാലും വേറൊരു കാര്യമുണ്ട് ചേട്ടാ. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും. അതുകൊണ്ടാണല്ലോ ചാറ്റിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം വിക്രകളൊക്കെ കാണിക്കുന്നത്. അമ്മയുടെ ആഗ്രഹ സഫലീകരണത്തിന് ഞാനൊക്കെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ലല്ലോ. കല്യാണം കഴിച്ചാലുള്ളൂ തലവേദന. അവരെ പോയി കണ്ടോട്ടെ. അവരുടെ കൂടെ വേണമെങ്കിൽ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒന്നും ആരും അറിയാതെ പോയിട്ട് വരട്ടെ. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? നിനക്ക് വട്ടാണോ? വട്ടൊന്നും അല്ല മനുഷ്യ. സത്യം പറഞ്ഞ അമ്മ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് ഒരു തുണ വേണം. എന്നാലോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തലവേദനയാകും. അവർക്കും തലവേദനയാണ്, നമുക്കും തലവേദനയാണ്. അതിന് പകരം എന്താ ഉദ്ദേശിക്കുന്നത്? അതങ്ങ് നടന്നാൽ പോരെ. പിന്നെ അത് മാത്രമല്ല 3 പേരോടും പ്രേമം, 3 പേരും കൊള്ളാം. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമാ? അതിലും ഭേദം ഈ പറഞ്ഞതുപോലെ 3 പേരുടെ കൂടെ കുറച്ചൊന്ന് കറങ്ങി നടന്നാൽ പോരെ. അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് നടക്കും, അവരുടെയും ആഗ്രഹങ്ങൾ നടക്കും. എന്നാലും നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ നോക്കിയിട്ട് ആ ഒരു വഴിയുള്ളൂ. അല്ലാതെ നാട്ടുകാരഞ്ഞുള്ള കല്യാണം വേണ്ട. എവിടെയെങ്കിലും ടൂറോ മറ്റോ പോകാണെന്ന് പറഞ്ഞിട്ട് അവരെ 3 പേരെ ഒന്നും കണ്ടിട്ട് വരട്ടെ. എന്തെങ്കിലും നടന്നെങ്കിൽ നടക്കുകയും ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാനായിട്ട് അവരുടെ വഴി മുട്ടിച്ചെന്ന് എന്നെ ശപിക്കണ്ട. എന്നാലോ കല്യാണം ഒട്ട് നടക്കുകയും ചെയ്യരുത്. ഇതാണ് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മയുടെ എല്ലാ രസങ്ങളെ നിഷേധിക്കാൻ എനിക്ക് പറ്റില്ല. ജൈവികമായ ചില ആവശ്യങ്ങളുണ്ടല്ലോ ചേട്ടാ എന്ന് പറഞ്ഞു. ഭാര്യ ഈ ഒരു മെഡിക്കൽ ഫീൽഡൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നീ തന്നെ അമ്മയോട് പറഞ്ഞോളൂ. ഞാൻ അമ്മയോട് അത് പറഞ്ഞതാണ്. അമ്മ നിങ്ങളോട് എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും തുറന്ന് പറഞ്ഞില്ല. നീ എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നാണ് പറഞ്ഞത്. എന്തായാലും പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്യ്. അവർ പറഞ്ഞത് 3 പേരെയും നേരിട്ട് പോയി കാണാനാണ്. എന്നിട്ട് അവരുടെ കൂടെ അമ്മയൊന്ന് സംസാരിച്ചൊക്കെ നോക്ക്. ആരാണ് നല്ലവരെന്ന് മനസ്സിലാവുമല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഒരു ഇണയും തുണയുമായിട്ടൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. എല്ലാവരും എന്തോ ലിവിങ് ടുഗദർ പോലൊക്കെ അല്ലേ.
കാണുക, സന്തോഷമായിരിക്കുക, പോരുക, അതല്ലമ്മേ നല്ലത്. ആ, അത് കറക്റ്റാടാ. അവൾ എന്നോട് കറക്റ്റായിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മതി, അവരെയൊക്കെ നമുക്ക് പോയി കാണാം. നീ എൻ്റെ കൂടെ നിൽക്കുവോടാ? അല്ല, അമ്മയുടെ മോൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം? എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൂടെ വരാം. പിന്നെ ഒന്നിച്ച് ഊട്ടിലും കൊടൈക്കനാലൊക്കെ പോകുന്നത് പതുക്കെ മതി. ഒന്ന് പോടാ, എന്നാലും അവരെയൊക്കെ നേരിട്ട് കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. ശരി, ആദ്യമുള്ള ആള് അമ്മ സെലക്ട് ചെയ്യുന്ന എങ്ങോട്ടാ? അങ്ങനെ ആലപ്പുഴയിലാ. എന്നാൽ നമുക്ക് പോകാം. ബീച്ചിലൊക്കെ പുള്ളിയൊന്ന് പോയി കണ്ട് ഞാനിങ്ങി മാറി നിൽക്കാം. അമ്മ ബീച്ചിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് കൈ കോർത്ത് പിടിച്ച് പാടി പുള്ളിക്കാരനെ ഒന്ന് അനലൈസ് ചെയ്യേ. വേണമെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ നമുക്ക് പോകാം. ഓക്കേടാ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച ഞങ്ങൾ പോയി മാഡം ആലപ്പുഴയിൽ. പുള്ളിക്കാരനെ കണ്ടു. നല്ലൊരു യോഗ്യനായ മനുഷ്യൻ. ഭാര്യ മരിച്ചു പോയതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ രണ്ടുപേരെയും ഞാൻ സംസാരിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് ടൗണിലൊക്കെ ഞാൻ ഒന്ന് കറങ്ങി. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചു. ഇനി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ കയറിയത്. ഞാൻ ചോദിച്ചു, അമ്മേ എന്താ അമ്മയുടെ തീരുമാനം? ഓ എടാ, അങ്ങേര് മഹാ ഉടായ്പാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ? ഞാനിരിക്കുമ്പോൾ തന്നെ കുറേ മെസ്സേജ് വന്നു. അതിനെല്ലാം അങ്ങ് വേഗത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫ്രണ്ട്സ് എപ്പോഴും മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പൊടുത്തും തോന്നിയില്ല. അപ്പം ഈ പോയി നിന്നല്ലോ, ഇനി അടുത്ത 2 പേരെ കാണുമെന്ന് പറഞ്ഞിട്ട് അവരെയും ഞങ്ങൾ പോയി കണ്ടു മാഡം. അതിൽ ഒരാൾ കുറച്ചൊക്കെ ജെന്യൂനാണ്. പക്ഷേ പുള്ളിക്ക് എന്നാലും പറഞ്ഞു വന്നപ്പോഴേക്കും കുട്ടികളുടെ ഭാഗത്ത് നോക്കി ഇത്തിരി തടസ്സമുണ്ട്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യമേ വിചാരിക്കുന്നുള്ളൂ. ഇങ്ങേരെ ഓക്കെയാണ്, കല്യാണമൊന്നും വേണ്ട. ഞാൻ പുള്ളിയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറങ്ങുക, ഒന്ന് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അത് നമുക്ക് 3 പേർക്കും കൂടെ പറഞ്ഞ് നിശ്ചയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ആര് പറയരുത്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മാനവും പോകും, നിങ്ങളുടെ മാനവും പോകും, എല്ലാം പ്രശ്നമാകും. അതുകൊണ്ട് രഹസ്യമായി വേണമെന്ന്. അങ്ങനെ അമ്മായിമ്മ ആദ്യമായിട്ട് അമ്മ ആ വ്യക്തിയുടെ കൂടെ നെല്ലിയാമ്പതി പോയി. ഞാനാണ് അവർക്ക് ടാറ്റ കൊടുത്ത് വിട്ടത്. അദ്ദേഹം കാറുമായി വന്നിരുന്നു. സന്തോഷവതിയായി 3 ദിവസം കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്നു. അമ്മ പറഞ്ഞു, ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല, നല്ല മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. എന്നാലും അമ്മേ, നെല്ലിയാമ്പതി പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം അമ്മ പറഞ്ഞു, അങ്ങേർക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മ എന്നോട് പറയുകയാണ്, പ്രതീക്ഷിക്കുന്നത് ഒന്നും നടക്കില്ല. സ്നേഹമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, പക്ഷേ പ്രായമായതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അത് നമുക്ക് ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ ചവനപ്രാശം മേടിച്ചു കൊടുക്കാം. ഒന്ന് പോടാം. ഞാൻ യഥാർത്ഥമായിട്ടാണ് പറയുന്നത്. അതായത് നല്ല മനുഷ്യനാണെങ്കിലും ഞാൻ എന്താ പ്രതീക്ഷിച്ചു പോയത്, അത് നടക്കും തോന്നില്ല. അമ്മ പിന്നെ അങ്ങേരോട് ഇതൊക്കെ തുറന്നു പറഞ്ഞ് പിണങ്ങിയാന്ന് പോകുന്നത്. അല്ല, നല്ല രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് വേണ്ടത് അത് അവിടെ നിന്നും എവിടെ നിന്നും കിട്ടുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിനേക്കാൾ മൂത്തൊരാളെയല്ല ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ യുവരക്തമാണ് നമുക്ക് ആവശ്യം എന്നമ്മ പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞത്? അതേടാ, ഇവരെയൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ടോ അല്ലെ ഇവരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് എന്താ കാര്യം? ഇവരുടെ കൂടെ കറങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി കാണാമെന്നുള്ളതല്ലാതെ വേറെ ഒരു നെല്ലിക്ക് എനിക്ക് കാണാൻ പറ്റും തോന്നില്ല മോനെ. അപ്പം അമ്മ എന്ത് തീരുമാനിച്ചു? ഇനിയിപ്പം ഞാൻ എന്നേക്കാൾ മൂത്ത ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നില്ല. നിൻ്റെയൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാർ, അതിലും ചെറുപ്പമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചാറ്റ് ചെയ്യും. കല്യാണമൊന്നും കഴിക്കണ്ട, മീറ്റപ്പ് മാത്രം. ഒത്തിരി ചെക്കന്മാർ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചതാണ്. പക്ഷെ ഞാൻ ഓർത്തു അവരാരെന്നെ കല്യാണം കഴിക്കാനല്ലോ അയക്കുന്നത്, ഇവരല്ലേ 3 പേര് കല്യാണം കഴിക്കാൻ അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു മറുപടി കൊടുത്തത്. അമ്മ കൊള്ളാം, ഇപ്പം അമ്മയുടെ പ്ലാൻ മുഴുവനും മാറി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. അമ്മയുടെ താല്പര്യം എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായോ? അപ്പം അമ്മേനെ നുള്ളി. ശരിയാടാ, എനിക്ക് കല്യാണം കഴിക്കാനോ ഭർത്താവിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എൻ്റെ ആവശ്യം ഇതൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? പക്ഷേ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് പരീക്ഷിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള രീതിയിലായി പോകും. അതെന്താ അമ്മ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ടോടാ, റിസ്ക്കാണ്. അതുകൊണ്ടാണ്. അതെന്ത് റിസ്ക്കാണ്? അതെ, എൻ്റെ മോൾ എന്നോട് പിണങ്ങും. അവൾക്കറിയാവുന്ന ആളാണോ? പിന്നെ അവൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ ആ ആള് അവളോട് പറയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. അതെന്താ? അതങ്ങനെയാണ്. ആരാമേ അത്? എടാ പൊട്ടാ, ഇത്ര നേരം ഞാൻ പറഞ്ഞത് നിന്നെയാണ്. സത്യം പറഞ്ഞാൽ നീയാണ് എൻ്റെ യഥാർത്ഥ ചോയ്സ്.
നീ ഒന്ന് മനസ്സ് വെക്കാമെങ്കിൽ തൽക്കാലം ഇവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആകും. അമ്മ എന്താ പറഞ്ഞത്? വെറുതെ തമാശ പറയുകയാണോ? എന്നെ വട്ടാക്കാൻ പറയുകയാണോ? വട്ടാക്കാൻ പറഞ്ഞതല്ല, സത്യം പറഞ്ഞാൽ അവൾ ഇനി വല്ലപ്പോഴേ വരികയുള്ളൂ. നീ ഈ ബിസിനസ് വിട്ട് ഗൾഫിൽ പോകുമെന്ന് എനിക്ക് തോന്നില്ല. നീ ഇവിടെ വെറുതെ നിൽക്കുകയാണ്. വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാ. ചിലപ്പോൾ പറയാൻ പറ്റില്ല. നീ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടാലോ? ഒന്ന് പോവാമേ. എനിക്ക് അങ്ങനൊന്നുമില്ല. ഇത്രയും നാളൊക്കെ ഞാൻ ഇങ്ങനെ ജീവിച്ചില്ലേ. എന്നാലും പറയാൻ പറ്റില്ലടാ, ആണുങ്ങളല്ലേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാനും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരെയും കണ്ടുപിടിക്കും. ഞാൻ അവരുടെ പുറകെ പോകും. നീയും എവിടെയെങ്കിലും കാടും മേടും കയറിപ്പോകും. എൻ്റെ മകൾ അവസാനം പ്രശ്നത്തിലാകുകയും ചെയ്യും. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു പ്രശ്നമേ നമുക്കിടയിലുള്ളൂ. അതെന്താ അമ്മേ? നീ നിൻ്റെ ഭാര്യയോടൊന്നും പറയാതിരിക്കുക. എൻ്റെ മോളോട് ഞാനൊന്നും പറയില്ല. നാട്ടുകാരും അറിയണ്ട, വീട്ടുകാരും അറിയണ്ട. നമ്മൾ രണ്ടുപേരും അമ്മായിമ്മയും മരുമകനും. അത് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ നമ്മളുടേതായ സമയം വരുമ്പോൾ നമുക്ക് ഇളക്കാം, വറുക്കാം, പൊരിക്കാം. എന്തായാലും ഈ ഐഡിയ ഞാൻ നിന്നോട് പറഞ്ഞു. നോക്കട്ടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോയെന്ന്. നീ സമ്മതിക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണെന്ന്. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ആഹാ, എങ്കിൽ നീ എൻ്റെ വെറുതെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാൻ ട്രൈ ചെയ്യും. നിന്നെ ഇനി ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അമ്മയുടെ മോളോട് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും നീയാണ് ഇങ്ങോട്ട് വന്നത്. അതുമാത്രമല്ല, ഞാൻ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ ഓടി വന്ന് പോപ്പോ അടിച്ചിട്ട് എന്നെ എന്തൊക്കെയോ എവിടേക്കോ എന്ന് പറയും ഞാൻ. അതോടുകൂടി നിൻ്റെ ജീവിതം ഫ്ലാറ്റ്. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ വെറുതെ നിന്ന അമ്മായിമ്മയാണ്. എൻ്റെ മരുമകൻ എന്നോട് കാണിച്ചല്ലോ എൻ്റെ ദേവേ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് വിശ്വസിക്കും. ഞാൻ പറഞ്ഞേ വിശ്വസിക്കൂ. പെണ്ണുങ്ങൾ പറയുന്ന മോനെ ഇവിടെ കാര്യം എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിൽ നടുക്കായതുപോലെയായി. പിന്നീട് അമ്മായിമ്മേനോട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. ഒരാവശ്യം ഓരോ മനുഷ്യർക്ക് ആവശ്യമുണ്ട്. എല്ലാം മനസ്സിലാക്കി, എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു. ആദ്യം നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് തോന്നിയത്. ഇപ്പോൾ നമുക്ക് ഒത്തിരി അടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു മോനെ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ആ സമയം കൊണ്ട് അമ്മായിമ്മ പറഞ്ഞു, ഞാൻ കടന്നു കയറുകയാണെന്ന് നീ വിചാരിക്കരുത്. വേലിക്കെട്ടുകൾ പൊളിച്ചു മാറ്റി വേലിക്കല്ലും അതിരിൻ്റെ കല്ലും ഞാൻ കണ്ടുപിടിക്കും മോനെ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അമ്മായിമ്മ അടങ്ങിയിരുന്നില്ല. വേലിക്കല്ല് കണ്ടുപിടിച്ച് അതിർത്തികൾ താണ്ടാൻ അവർക്ക് വലിയ ഉത്സാഹമായിരുന്നു. സർവേക്കല്ല് കണ്ട് ഞെട്ടിപ്പോയ അവരെന്നോട് പറയുകയാണ്, നീ നോക്ക്, ഇനിയിപ്പം ഈ മെസ്സേജ് എല്ലാം നിന്നെ കാണിക്കാം. ഇവന്മാരൊക്കെ എന്തിനു കൊള്ളാം, എടുത്തെറിഞ്ഞ് കളയാൻ തോന്നുന്നു. ദൈവമേ, കിട്ടാക്കന് വീട്ടിലിരുന്നപ്പോൾ ഞാൻ വെറുതെ തെരുവിൽ തേടി നടന്നല്ലോ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ എന്നല്ലേ മോനെ പറഞ്ഞത്. പവിഴക്കട്ടി ഇവിടെയാണ് എൻ്റെ കുട്ട എന്ന് പറഞ്ഞു. പിന്നെ എനിക്കും ഉത്തരമുണ്ടായില്ല. രണ്ടുത്തരങ്ങളും ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും പല പല ഉത്തരങ്ങളും അവിടെ തെളിഞ്ഞു വരികയായിരുന്നു. മാഡം, ആ ബന്ധം ഇപ്പോഴും അടിപൊളിയായി പോകുന്നുണ്ട്. ഭാര്യയുമായുള്ള നല്ല നിമിഷങ്ങൾ ഞാൻ മറന്നപോലെ തോന്നുന്നു. ഇനി അവധിക്ക് അവൾ വരുമ്പോൾ അവളോട് എനിക്ക് താല്പര്യക്കുറവുണ്ടാകുമോ എന്നൊരു പേടിയാണ്. പക്ഷെ അമ്മായിമ്മ പറഞ്ഞത് ഒന്നുമില്ല, അഭിനയിച്ച് ജീവിച്ചാൽ മതി. അഭിനയിച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാം സ്മൂത്തായി പോകുന്നതാണ്. പക്ഷേ അവർക്ക് കുഴപ്പമില്ലെങ്കിലും എനിക്കത്രയും നന്നായി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ഭയമുണ്ട്. തീർച്ചയായിട്ടും സ്വന്തം പാർട്ട്ണറോട് വഞ്ചന കാണിക്കുമ്പോഴേക്കും ഭയവും കുറ്റബോധവും ഒക്കെ മനുഷ്യർക്ക് തോന്നും. അപ്പോൾ അത് മാറ്റാനൊന്നും പറ്റുകയില്ല. അല്ലെങ്കിൽ പിന്നെ അമ്മായിമ്മ പറഞ്ഞതുപോലെ എന്താ ഇതെല്ലാം ഒരു ഈസി ആയിട്ട് എടുക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും കാണിക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. പക്ഷേ അമ്മായിമ്മ ആദ്യം ഇത് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അത് നിഷേധിക്കാമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അവർക്ക് ആവശ്യമുള്ളത് കണ്ടെത്താൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നിങ്ങളതിലേക്ക് പിടിച്ചിടേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളതിലേക്ക് വീഴേണ്ട കാര്യമില്ലായിരുന്നു. 100 കണക്കിന് പെണ്ണുങ്ങളെ കണ്ടിട്ട് ജാതകം നോക്കി കല്യാണം കഴിച്ച് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തകരും. അപ്പം അത്ര റിസ്കിൻ്റെ ആവശ്യമില്ല. ഇപ്പം നടന്ന് പക്ഷേ അവരെ ഡൈവേർട്ട് ചെയ്ത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക. അവരുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക്കാണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുക, അതായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ ഏറ്റവും നല്ലത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവർക്ക് മാനേജ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇടാകൂടത്തിൽ പോയി ചാടരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക. അവർക്ക് വേറെ വഴിയുണ്ട്, അവരെ വഴി തിരിച്ച് അങ്ങോട്ടേക്ക് അങ്ങ് വിടുക.